الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار ونحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സംരക്ഷകൻ, സൃഷ്ടിച്ച് നമ്മെ എല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്ദിയുള്ള അടിമകളായി ജീവിക്കുവാനും നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാമാകുന്ന സുരക്ഷിതമായ മതത്തിൻ്റെ ആളുകളായി നല്ല തഖ്വയിലും ഭക്തിയിലുമായി ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ഏറെ അനുഗ്രഹീതരായ അടിമകളിൽ ഉൾപ്പെടുത്തി ഇഷ്ടപ്പെട്ട് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു സ്വതന്ത്രദിന ആഘോഷ വേളയിൽ രാജ്യം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു മുസ്ലിമായ ഞാനും നിങ്ങളുമൊക്കെ ഒരു രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന സുപ്രധാനമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം അറിയുന്ന പോലെ ഏതൊരു മനുഷ്യനും അവൻ്റെ നാടെന്നത് അവൻ്റെ ഒരു വികാരമാണ്. എത്ര ദൂരം പോയാലും എത്ര സുഖങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അയാൾ എങ്ങനെയെങ്കിലും ഒരു അവധി കിട്ടിയാൽ തൻ്റെ നാട്ടിലേക്ക് എത്തണമെന്ന് കൊതിക്കുന്നവരാണ്. കൊതിക്കണം. ഓരോ മനുഷ്യന്റെ അകത്തും ആരും പഠിപ്പിക്കാതെ ജന്മനാൽ ഒരു രാജ്യസ്നേഹമുണ്ട്. അതുകൊണ്ടാണ് എത്ര ബോംബിട്ടാലും എത്ര തല്ലിക്കൊന്നാലും പല രാജ്യങ്ങളും മറ്റൊരു നാട്ടിലേക്ക് പോവാത്തത്. ഇതൊരു വികാരമാണ്. നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ കഴിയാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു നാട്ടിൽ നമ്മുടെ മതത്തിന്റെ യാതൊരു നിയമങ്ങളും പാലിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ, ഇവിടുന്ന് പോകേണ്ടി വന്നാൽ അവർ പോകണമെന്നതാണ്. രാജ്യസ്നേഹം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടോ, ഇവിടെ ജീവിക്കാൻ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടോ അത്ര നമുക്കത് ആവശ്യം. ഹിജ്റ 122 കാലഘട്ടങ്ങളിൽ ജീവിച്ച അറിയപ്പെടുന്ന ലോക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സാഹിത്യത്തിലും ഭാഷയിലും മതപരമായ കിതാബുകളിലുമൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഇസ്മായിൽ. അദ്ദേഹത്തിന്റെ കിതാബിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്.
നീ ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ എത്രമാത്രം നല്ല വ്യക്തിയാണ് എന്ന് നിനക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫൻളുർ ഇലാ ഹനീനിഹി ഇലാ ഔതാനിഹി, അയാൾക്ക് അയാളുടെ രാജ്യവുമായി എത്ര സ്നേഹമുണ്ട് നോക്കിയാൽ മതി. നല്ല സ്നേഹമുള്ള രാജ്യവുമായി നല്ല ബന്ധമുള്ളവനാണ് അയാൾ നല്ലൊരു മനുഷ്യനാണ്. തന്റെ സഹോദരങ്ങളോട്, പ്രിയപ്പെട്ട കുടുംബങ്ങളോട്, തന്റെ കൂടപ്പിറപ്പുകളോട് ഒരാൾക്ക് എത്ര ഇഷ്ടവും താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി, എങ്കിൽ അയാൾ നല്ല മനുഷ്യനാണ്. കൂടപ്പിറപ്പുകളോട് വരെ വഴക്കിട്ട് കേസ് കൊടുത്ത് അടിയുണ്ടാക്കുന്നവൻ അവൻ നല്ലവനല്ല എന്നാണ് അതിന്റെ സൂചന. തന്റെ കഴിഞ്ഞകാല പൂർവികന്മാരുടെ കഷ്ടപ്പാടുകളെ, അധ്വാനത്തെ, ആ കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് ഇയാൾക്ക് എന്താണ് വിചാരം? അവരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്നവനാണോ? അത് നല്ലൊരു സ്വഭാവമല്ല. അസ്മാഇ തന്റെ പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ചേർത്ത് വെക്കുകയാണ്, പൊതുവിൽ മനുഷ്യനടക്കമുള്ള 3 ജീവികൾക്കൊരു പ്രത്യേകത പറയാണ്. അവർക്ക് ചില സവിശേഷതയുണ്ട്. ഒട്ടകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഒട്ടകം എത്ര ദൂരേക്ക് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാലും തിരിച്ച് നടക്കും. അത് തൻ്റെ കൂട്ടിലേക്ക്, തൻ്റെ പരിസരത്തേക്ക് തന്നെ മടങ്ങി വരാനാണ് ഒട്ടകങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷി ഒരു കൂടുണ്ടാക്കുന്നു. ആ കൂട് ഉള്ളത് എത്ര ചുട്ടുപഴുത്ത ഒരു നാട്ടിലാണെങ്കിലും, ഒരു പ്രദേശത്താണെങ്കിലും, മറ്റെത്രയോ സുഖമുള്ള ഭാഗമുണ്ടെങ്കിലും താൻ ഉണ്ടാക്കിയ ഭദ്രമായ കൂട്ടിനകത്തേക്ക് പക്ഷികൾ തിരിച്ചു വരും. വല്ലിൻസാനു ഇലാ വത്വനി, ഇതുപോലെ മനുഷ്യൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വരും. വഇൻകാന ഗൈറുഹു അക്സറു നഫആ, അവൻ താമസിക്കുന്നതോ ജോലിക്ക് പോയതോ പ്രവാസത്തിലോ ആയത് നാട്ടിൽ എത്ര വലിയ വരുമാനമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഓഫറുകൾ അയാളുടെ കയ്യിൽ കൊടുത്താലും, അയാൾ ഒരു നല്ല ജീവിതത്തെ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുക എന്നതൊരു മനുഷ്യന്റെ വികാരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരായി ജീവിക്കുന്ന ഈ നാട്ടിൽ, ഒരു രാജ്യത്ത് ജീവിക്കുന്നവരാണെന്ന നിലക്ക് തന്നെ ആ രാജ്യത്തിനോടുള്ള സ്നേഹം ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഒരു രാജ്യത്തിനെ സ്നേഹിക്കുക എന്ന്, പ്രത്യേകിച്ചും തൻ്റെ ജന്മനാടിനോടുള്ള സ്നേഹം നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ പോകേണ്ടുന്ന ഒരു നിർബന്ധിത സാഹചര്യം വന്നപ്പോൾ, മക്കയുടെ അതിർത്തി പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അവിടുന്ന് തിരിച്ചു നിന്നുകൊണ്ട് മക്കയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്, അല്ലയോ മക്ക, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണാണ്. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് മക്ക. പക്ഷേ എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടുകാരെന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിട്ടുപോകൂലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നവനാണെന്നും സ്നേഹിക്കണമെന്നും അവിടെ നിന്നൊരു പഠിപ്പിക്കലാണ് നൽകുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴെങ്കിലും മദീനയുടെ യാത്രയിൽ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാറുണ്ട്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോൾ മദീനയുടെ ചുമരുകൾ, അതിൻ്റെ അതിർത്തികളിലേക്ക് എത്തുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, യാത്രയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട്. കാന ഇദാ ഖദിമ മിൻ സഫരിൻ, യാത്ര അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫനദറ ഇലാ ജുദ്റാത്തിൽ മദീന, മദീനയുടെ അതിർത്തികൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയാൽ, ഷാമിലേക്കോ സിറിയയിലേക്കോ കൂഫയിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും മദീനയുടെ അടുത്തേക്ക് എത്താനായാൽ മദീന അങ്ങനെ അടുത്തേക്ക് എത്താനായി എന്ന് കണ്ട പിന്നെ ഒട്ടകത്തിന്റെ വേഗത കൂട്ടുമായിരുന്നു. എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള വ്യഗ്രതയുണ്ടായിരുന്നു. പല ഉലമാക്കന്മാരും ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ജന്മനാട്ടിലേക്ക്, തൻ്റെ പ്രിയപ്പെട്ട നാടിനേക്കുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. 2, ഒരു യാത്ര പോയാൽ എത്രയും പെട്ടെന്ന് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കണം. 3, ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ അയാൾ എത്രയും പെട്ടെന്ന് തെറ്റിത്തിരിഞ്ഞ് അവിടെയും ഇവിടെയും കറങ്ങി നടക്കാതെ പെട്ടെന്ന് കുടുംബത്തിലെത്താൻ ശ്രദ്ധിക്കണം.
ഇതൊക്കെ ഈ ഹദീസിലേക്ക് ചേർത്തുകൊണ്ട് ഉലമാക്കന്മാർ പറയാ, വീട്ടിലേക്ക് അണയാനൊരു മണി, വീട്ടിലേക്ക് അടയാൻ തീരെ ഒരു താല്പര്യമില്ലായ്മ, എല്ലാ തിരക്കുകളും കഴിഞ്ഞ് എല്ലാ കറക്കങ്ങളും കഴിഞ്ഞിട്ട് അവസാനം മക്കളെയും കുടുംബത്തിന്റെ അടുത്തേക്ക് എത്തുന്നവനാകില്ല ഒരു വിശ്വാസി എന്നാണ് ആ സൂചനകൾ കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചരിത്രത്തിൽ കാണാം, മൈസൂൻ ബിൻ ബഹ്ദലിൽ കലബിയ എന്നറിയപ്പെടുന്ന നല്ലൊരു മാന്യയായ സഹോദരി. ആരായിരുന്നു അവർ? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അവര് ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചവരായിരുന്നു. വലിയ വലിയ ഹൈടെക് സിറ്റിയിലൊന്നുമല്ല, ഒരു ചെറിയ കുഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം സിറിയയിലെ കൊട്ടാരത്തിൽ വരെ അവർക്ക് മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു. ആ ജീവിതത്തിന്റെ ഇടയിൽ നിന്നാണ് യസീദ് റളിയല്ലാഹു എന്ന പ്രിയപ്പെട്ട മോനുണ്ടായത്. അവർക്ക് കുറെ കാലങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിന്റെ ഇടയിൽ, കൊട്ടാര സുഖത്തിനിടയിൽ ജീവിക്കുമ്പോൾ ഈ ഭാര്യയാകുന്ന മൈസൂന ബിൻത് ബഹദൽ കലബിയ പറയാണ്, എനിക്ക് ഇവിടുന്ന് പോകണം, എനിക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോട് ആരോടുമുള്ള അസ്വാരസ്യം കൊണ്ടല്ല, എനിക്കെൻ്റെ നാടിൽ എൻ്റെ ഗ്രാമത്തിൽ ആ ചെറിയ വീടുകളുടെ ഇടയിലേക്ക് എത്തി എൻ്റെ കുടുംബങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ എനിക്ക് കൊതിയാകുന്നു. എവിടുന്ന്? കൊട്ടാരത്തിൽ താമസിക്കുന്നവർ. ഈ കൊട്ടാര സുഖ ആനന്ദങ്ങൾക്കിടയിൽ നിന്ന് എനിക്കിഷ്ടം ഞാൻ ജനിച്ചു വളർന്ന ആ പുല്ല് നിറഞ്ഞ ആ ചെറിയ കുഗ്രാമത്തിനകത്തെ എൻ്റെ ചട്ടക്കുടലിൽ പോയി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോവാ, അവിടെയാണ് നമുക്ക് ജീവിക്കാം. ആ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു മുസ്ലിമിന് ഉത്തരവാദിത്വമുണ്ട്. ശ്രദ്ധയോടെ നമ്മൾ അറിയേണ്ട വിഷയമാണ്. ഞാനിങ്ങനെ ഒരു പതാക അങ്ങ് ഉയർത്തിപ്പിടിച്ചാൽ, ഞാൻ കുറച്ച് സ്റ്റാറ്റസ് വെച്ചാൽ, ഞാനൊരു വെള്ള ഡ്രസ്സൊക്കെ ധരിച്ചാൽ, ഞാനൊരു പതാക ഇങ്ങനെ കൈ പിടിച്ചിരുന്നാൽ ഞാനൊരു ഭയങ്കര ഉത്തരവാദിത്വ ബോധമുള്ള രാജ്യസ്നേഹിയായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലട്ടോ, ഒരു മുസ്ലിം അങ്ങനെ ആവാ പോരാ. അയാളിൽ തികഞ്ഞ ബോധമുണ്ടാവണം. അയാൾ ശരിക്ക് ചിന്തിക്കണം, നമ്മൾ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മയുണ്ടാകണം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോഴെന്തുണ്ടാവുക? ആ ഗുണം അനുഭവിക്കുന്നത് എല്ലാവരുമാണ്. നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാഗ്രഹിക്കണം. പ്രയാസം ഉണ്ടായാൽ അത് എല്ലാവർക്കും ബാധിക്കും. അവിടെ ചിലപ്പോഴൊക്കെ നമ്മളെ മനസ്സിലുണ്ട്, എന്നെ ബാധിച്ചിട്ടില്ലല്ലോ, എൻ്റെ വീടിനെ ബാധിച്ചിട്ടില്ലല്ലോ, എൻ്റെ നാടിനെ ബാധിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ചിലതിനെക്കെതിരെ നമ്മൾ മൗനം പാലിക്കുന്നുവെങ്കിൽ, ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കപ്പലിന്റെ ഉദാഹരണം എടുത്ത് പറയാ. കപ്പലിനകത്ത് വെള്ളം ലഭിക്കാൻ വേണ്ടി ദ്വാരമുണ്ടാക്കുന്ന ചില മനുഷ്യർ കാണുമ്പോൾ വിചാരിക്കും വെള്ളം കിട്ടാൻ വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് ആ ദ്വാരമുണ്ടാക്കുന്നവന്റെ കൈക്കു പിടിച്ചില്ലെങ്കിൽ ലൗ അന്നാ ഖറഖനാ ഫീ നസീബിനാ ഖർഖൻ വലം നുഅ്ദി മൻ ഫൗഖനാ ഫഇൻ യത്റുകൂഹും വമാ അറാദു ഹലകൂ ജമീഅ. ഒരാളും ഈ തുരങ്കം വെക്കുന്ന മനുഷ്യന്റെ കൈക്ക് പിടിച്ചില്ലെങ്കിൽ എല്ലാവരും മുങ്ങി നശിക്കും. വഇൻ നഖദു അലാ ഐദീഹിം, ആരെങ്കിലും ചിലരെങ്കിലും പിടിച്ച് ഈ ദ്വാരമുണ്ടാക്കുന്നവന്റെ കൈക്ക് പിടിച്ചിരുന്നുവെങ്കിൽ നജൗ വനജൗ ജമീഅ, അവൻ രക്ഷപ്പെടും, ബാക്കിയുള്ളവരും രക്ഷപ്പെടും. ഇതൊരു രാജ്യമാണ്. ഇതിനെ നശിപ്പിക്കാൻ ഒരാൾക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ അവൻ എല്ലാവരെയുമാണ് നശിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് തിന്മകൾ എവിടെയുണ്ടോ അത് ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കണം. ഫസാദ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, ഫസാദ് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ലി, കൊലപാതകത്തേക്കാൾ വലിയ കുറ്റമാണ് ഫിത്നയുണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നത്. സമൂദ് ഗോത്രത്തിനെ, ഇറമ ഗോത്രത്തിനെ ആകെ കീഴ്മേൽ മറിച്ച് അള്ളാന്റെ ശിക്ഷ വരാനുള്ള കാരണം الذين طغوا في البلاد فاكثروا فيها الفساد, രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി ജീവിച്ചവരായിരുന്നു, അതുകൊണ്ട് അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഫസാദ് അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല. കച്ചറകളാവരുത്, നമ്മൾ നാട്ടിലെ മാലിന്യങ്ങളാവരുത്, നമ്മൾ നാട്ടിലെ കുഴപ്പങ്ങളാവരുത്.
അള്ളാഹു അവരെ ഇഷ്ടപ്പെടൂല. ഖാറൂനിന് ഒരുപാട് സമ്പത്ത് കൊടുത്തു, ഒരുപാട് സുഖങ്ങൾ കൊടുത്തിട്ട് ജനങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ നന്ദി കാണിക്കണം, നല്ല ഒരു മനുഷ്യനാകണം. അവനോട് ജനങ്ങൾ ഉപദേശിച്ചു, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഖാറൂനേ നീ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനായി മാറല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടൂല. അവർ ഒരു സുരക്ഷിതമായ അവസ്ഥയിലേക്കും എത്തൂല. ഫസാദ് ഉണ്ടാക്കുന്നവർ നാട്ടിൽ ഏറെ വലിയ പ്രശ്നമായി കൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഫിർഔനിനെ കുറിച്ചും പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഫിർഔനിന്റെ ചരിത്രം വായിക്കുന്നിടത്തും കാണാൻ സാധിക്കും, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളായിരുന്നു ഫിർഔൻ. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയരുടെ കൂടെ ഒരു സ്വതന്ത്രമായി നല്ലൊരു സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. സ്വസ്ഥമായി വെള്ളവും ഭക്ഷണവും എല്ലാം ലഭിച്ചു. അവരോട് പറയുന്നുണ്ട്, കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ്, അല്ലാഹ് തന്ന റിസ്ഖിന്ന് തിന്നോളൂ, കുടിച്ചോളൂ, കഴിച്ചോളൂ. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഈ പ്രദേശത്ത് നിങ്ങൾ ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുന്നവരായി മാറരുത്. ഈ വാക്ക് നമുക്ക് ബാധകമാണ്. നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ പ്രദേശങ്ങൾ, നമ്മുടെ രാജ്യത്ത് ആകെയും ഫസാദ് ഉണ്ടാക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കൊരു മുസ്ലിമിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നതും ഇസ്ലാമിൻ്റെ കൽപ്പനയിലാണ്. ഒരു രാജ്യത്ത് എപ്പോഴാണ് ബർക്കത്തുണ്ടാവുക? ഒരു രാജ്യം എപ്പോഴാണ് ഉയർച്ചയിലെത്തുക? ഖുർആൻ പറയുന്നു, വലൗ അന്നഹ്ലൽ ഖുറാ ആമനു, ആ നാട്ടുകാർ സത്യവിശ്വാസികളായി മാറിയാൽ, വത്തഖൂ, അവര് നല്ല തഖ്വയിലായി ജീവിക്കാൻ തുടങ്ങിയാൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം ബറക്കത്തിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പടച്ചവനിലുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്നത്. തഖ്വയുണ്ടാകണമെന്ന് കൂടുതൽ കൂടുതൽ പറയാനുള്ള കാരണം, ഒരു രാജ്യത്തിന്റെ നിർഭയത്വത്തിനും പുരോഗതിക്കുമുള്ള രണ്ട് ഘടകമാണ്. നല്ല ഈമാനുള്ളവരും തഖ്വയുള്ളവരുണ്ടെങ്കിൽ ആകാശത്തുനിന്ന് ബറക്കത്ത് കിട്ടും. ഭൂമിയിൽ നിന്നവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ബറക്കത്തുകൾ നാം വാരിക്കോരി കൊടുക്കുമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായി കൊണ്ട് നമുക്ക് കാണാം. ഭരണാധികാരികളായ ആളുകൾ അവരെ നന്മയിലായി മാറണം. ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം അവരുടെ കയ്യിലാണ്. ചില നാടുകൾ, ആ നാട്ടിലെ ഭരണാധികാരികളെ കൊണ്ടാണ് ഏറെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് എന്നും അത്തരം ഭരണാധികാരികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവല് ചോദിച്ച് പ്രാർത്ഥിക്കണമെന്നുമാണ് ഇസ്ലാമിക പാഠങ്ങൾ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ലൗ കാന ലീ ദഅവത്തുൻ മുസ്തജാബ, എനിക്കെങ്ങാനും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനക്ക് ചാൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, മാ ജഅൽതുഹാ ഇല്ലാ ഫിസ്സുൽത്താൻ, ഭരണാധികാരിക്ക് വേണ്ടിയല്ലാതെ ഞാൻ പ്രാർത്ഥിക്കൂലായിരുന്നു. ആ മനുഷ്യൻ നന്നായി വന്നാൽ അയാളുടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നന്നാവും, അദ്ദേഹത്തിന്റെ ഭരണം നന്നാവും, ഒരു രാജ്യം നന്നാകും. അതുകൊണ്ട് ഞാൻ ഒരു ഭരണാധികാരിക്ക് അങ്ങനെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ചിന്ന ഭിന്നമായി, ഈ സമുദായമാകട്ടെ ഈ നാട്ടുകാരാവട്ടെ ചിന്ന ഭിന്നമായി അനൈക്യമായി പോകാതിരിക്കാൻ ഒറ്റക്കെട്ടായി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് യൂറോപ്പിലുള്ള ജനാധിപത്യമല്ല. അവിടുത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു മതങ്ങളും പാടില്ല എന്നാണ് ജനാധിപത്യം. നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളെയും അനുവദിച്ചു കൊണ്ടുള്ള ജനാധിപത്യമാണ്. മതമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ജനാധിപത്യമാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടുന്ന് പോകണമെന്ന് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. മതമുള്ളവനും ഇല്ലാത്തവനും അവകാശങ്ങളും അതുപോലെ ബാധ്യതകളും കൊടുക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇവിടെ. ഈ രാജ്യത്തിന്റെ നിർഭയത്വത്തിന് എതിരായി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവർക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ഐക്യം തകർക്കുന്നവരുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും തീവ്രവാദങ്ങളിൽ ഒരിക്കലും നമുക്ക് സഹകരിക്കാൻ പാടില്ല എന്നത് നമ്മൾ ഓർത്തു വെക്കുക. അതോടൊപ്പം ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഏറെ വലിയ കടമയായി കാണേണ്ടതാണ് നമ്മുടെ അവകാശങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വസ്ത്രം ധരിക്കാനുള്ള അവകാശം, പ്രസവിക്കാനുള്ള അവകാശം,
സംസാരിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള അവകാശം. അവകാശങ്ങളെ നിഷേധിക്കുക എന്നതൊരു രാജ്യത്തിന് ഒരിക്കലും ഗുണകരമല്ല. അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലെയുള്ള ഈ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ശക്തി കൊടുക്കേണ്ടുന്ന ഒരു നാട്ടിൽ ഇലക്ഷൻ പ്രക്രിയ വരെ അപകടകരമാം വിധത്തിലാണെന്നുള്ള സൂചനകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതിനെ ഒറ്റക്കെട്ടായി കൊണ്ട് പ്രതികരിച്ചേ പറ്റൂ. അത് അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ അക്രമമാണ് ഒരു രാജ്യത്തോട് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടെ ഒരു സാധാരണക്കാരനായ പൗരന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ, ഒരു സംവിധാനത്തെ പൊളിച്ചടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മൗനികളാകാൻ നമുക്ക് കഴിയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മുസ്ലിമീങ്ങളാ, ഈ രാജ്യത്ത് നന്നായിട്ട് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പടച്ചോൻ നമുക്ക് തന്നില്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കാനും പറയാനും പ്രചരിപ്പിക്കാനുമുള്ള കഴിവും ശേഷിയും സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയെങ്കിൽ ഇസ്ലാം അറിയാത്ത ആയിരക്കണക്കിന് ആളുകളോട് നസീഹത്തോടെ സംസാരിക്കൽ നമുക്ക് ബാധ്യതയാണ്. കഴിയുന്ന പോലെ നമ്മൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തിരിക്കണം. പണ്ഡിതന്മാരും പാമരന്മാരും സാധാരണക്കാരും എല്ലാവർക്കും ബാധ്യതയാണ് നസീഹത്തോടെ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കണം. ഇന്നതിന് എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾക്ക് നാം സ്ഥിരമായ സൗകര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അഖാമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തണം. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, ആ സൗകര്യം തന്നിട്ടുണ്ട് എങ്കിൽ അവർ കൃത്യമായി കൊണ്ട് നമസ്കാരം നിലനിർത്തുന്നവരാകണം. ആ നാട്ടിൽ അവർ സകാത്ത് കൊടുക്കുന്നവരാകണം. പിന്നെയോ വഅമറൂ ബിൽ മഅറൂഫ്, ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നവരായി മാറണം, പ്രബോധനം ചെയ്യണം. വനഹു അനിൽ മുൻകർ, നാട്ടിൽ തിന്മ കാണുമ്പോൾ തിന്മക്കെതിരെ ശബ്ദിക്കുന്നവരാകണം. വലില്ലാഹിൽ ആഖിബത്തുൽ ഉമൂർ. സഹോദരങ്ങളെ, എന്താണ് ഈ ആയത്ത് പഠിപ്പിച്ചത്? നിർഭയത്വമായി ഒരു നാട്ടിൽ ജീവിക്കാൻ അവസരം തന്നാൽ നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം പറഞ്ഞതിൽ പ്രബോധകന്മാരായി മാറാൻ നമ്മളെ ഏറെ പ്രേരിപ്പിക്കുകയാണ് ആയത്തുകൾ എന്ന് മാത്രവുമല്ല, ശിർക്കിന്റെയും ബിദ്അത്തുകളുടെയും ഖുറാഫാത്തുകളുടെയും ഏറെ പ്രചാരകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റി മഖാമുകളിലേക്ക്, ജാറങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ, ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത, സലഫു സ്വാലിഹീങ്ങൾ മാതൃകയില്ലാത്ത പുതിയ പുതിയ ആഘോഷങ്ങൾ, ജന്മദിനം എന്ന പേരിലാവട്ടെ മറ്റു പലതിൻ്റെ പേരിലുമാകട്ടെ കൊണ്ട് നടന്ന് ആഘോഷിച്ച് അതിൻ്റെ എല്ലാ മോശക്കേടുകളും പരന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മൗനികളാകുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ രാജ്യത്ത് നൽകുമ്പോൾ തന്നെ കുടുംബമായി ജീവിക്കാൻ, കെട്ടുറപ്പോടെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പടച്ചറപ്പ് നമുക്ക് അവസരം തന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളിലും ഉണ്ടാവണം. കുടുംബം തകർക്കപ്പെടുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഉണ്ടാവരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് താക്കീത് കൊടുക്കണം. കുടുംബം ഭദ്രമാകണം, അവിടെ സ്നേഹമുണ്ടാവണം, അവിടെ കലഹങ്ങൾ ഉണ്ടാവരുത്. ഉപ്പാന്റെ റോള് ചെയ്യണം, മക്കളോടുള്ള ബാധ്യത അവർ നിർവഹിക്കണം, മാതാപിതാക്കൾ മക്കളോടുള്ള ബാധ്യത നിർവഹിക്കണം. മക്കളോടുള്ള കൃത്യമായി കൊണ്ടുള്ള തർബിയത്ത് പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ച് കൂടെ കൂട്ടാൻ നമുക്ക് കഴിയണം. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും വലിയ പരീക്ഷണമാണ്, വലിയ പരീക്ഷണമാണ്. ഏറെ ശ്രദ്ധിക്കണം, നല്ല ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി നൽകിയ വിവാഹം എന്നത് കോപ്രാളിത്തരങ്ങളുടെ ആഭാസങ്ങളുടേതായി മാറരുത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മഹല്ല് കാരണവന്മാരോ ഉസ്താദുമാരോ ആരും പിന്തുണക്കുന്നില്ല. ഏതാനും ചെറുപ്പക്കാർക്ക് വേണ്ടി വിവാഹത്തിന്റെ പേക്കൂത്തുകൾ ഇന്ന് നാട്ടിൽ ഹലാലായി മാറുകയാണോ? അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ഇബാദത്താണ്. ആ ഇബാദത്തിനെ നശിപ്പിക്കല്ലേ, അതിനെ തകർക്കല്ലേ, അതിന് വേണ്ടാത്തരങ്ങൾ വഷളത്തരങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമുദായത്തിനെ നാട്ടിക്കല്ലേ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കല്ലേ. അതോടൊപ്പം തന്നെ ഏറ്റവും മാന്യമായി വേഷവിധാനങ്ങൾ നമുക്ക് നൽകിയെങ്കിൽ പുരുഷന്മാർ അവരുടേതായ ഏറ്റവും
മാന്യത പാലിക്കുക, സ്ത്രീകൾ അവരുടെ മാന്യമായ വേഷവിധാനങ്ങൾ പാലിക്കുക. ഒരുപാട് ആളുകൾ നരകത്തിലെത്താനുള്ള കാരണം മോശപ്പെട്ട വേഷവിധാനങ്ങളാണ്. വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ വസ്ത്രം ഇന്ന് നമ്മളെ ഏറെ വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ആണ് അതുപോലെ പെണ്ണ് രണ്ടുപേർക്കും ഉത്തരവാദിത്തമുള്ളത് അല്ല. ഏറ്റവും ഇസ്ലാമികമായ വേഷവിധാനങ്ങളിലേക്ക് അവർ വരണം. ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ പാലിക്കാനും മാതൃകയാക്കാനും പറ്റുന്ന ഒരു രാജ്യത്ത് നമ്മളതിനെ കൈവിടരുത്. നമ്മുടെ മുടി, നമ്മുടെ തലമുടി, നമ്മുടെ വീട്, നമ്മുടേതായ കച്ചവട സംസ്കാരങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള മാന്യമായ പെരുമാറ്റങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിന് ഉൾക്കൊണ്ടുകൊണ്ടാവണം. ഇസ്ലാമിനെ തകർക്കുന്നവരായി നമ്മൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള അതിപ്രസരണങ്ങൾ ഉണ്ടാകും. ഒരു മുസ്ലിം അവൻ്റെ വ്യക്തിത്വത്തെ കളഞ്ഞു കുളിക്കുന്ന യാതൊന്നിലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്കിത് താക്കീതാണ്, ഉത്ബോധനമാണ്. ഫദക്കിർ, ആ ഉത്ബോധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉത്ബോധനങ്ങൾ കിട്ടിയാൽ അത് പാഠം ഉൾക്കൊണ്ട് പ്രയോജനം നേടുന്നവരാണ്. അത്തരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെതായ ഗുണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്കുള്ള തൻ്റെ ബാധ്യതകളെ പൂർണ്ണമായി മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല മുസൽമാനായി രാജ്യത്തിനും അതുപോലെ ലോകത്തിനും മാതൃകയാകാൻ പറ്റുന്ന നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറാൻ പടച്ചറബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നാം അല്ലാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹുവിനെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. പള്ളിയിലേക്ക് വന്നാൽ 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിച്ചാണ് ഇരിക്കേണ്ടത്. പലരും അറിയാത്തത് കൊണ്ടായിരിക്കാം ജുമാ നടക്കുകയാണെങ്കിലും നമസ്കരിച്ചിട്ടാണ് അവർ പള്ളിയിൽ ഇരിക്കേണ്ടത്. സാധാരണയായി നമ്മളൊക്കെ അങ്ങാടിയിലും മറ്റുമൊക്കെയായി പോകുമ്പോൾ ഫോൺ തുറക്കും, ഫോൺ നോക്കും, മെസ്സേജ് അയക്കും, റിപ്ലൈ ചെയ്യും. അതുപോലെയാണ് ചിലർ പള്ളിയിൽ വന്നാലും കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പാടില്ലാത്തതാണ്. ഫോൺ നമ്മുടേതാണ്, ഫോൺ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ ജുമാ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല. ഓഫാക്കി വെച്ച് ഭദ്രമാക്കി എടുത്തു വെക്കണം. ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായി ഏതൊരു ഖുത്ബയിലും ഒരു ജുമായിലും വന്ന് ഇരുന്ന് ഉറങ്ങാനായി നേർച്ച വെച്ച് വരുന്ന പോലെ സൗകര്യപൂർവ്വം ഇരുന്ന് ഉറങ്ങിപ്പോകുന്നവരുണ്ടെങ്കിൽ അവർ അവരുടെ ജുമാനെ കുറിച്ച് പരിശോധിക്കും. കുട്ടികൾ പ്രത്യേകിച്ചും ഇരുന്ന് തമാശ പറയുന്നു, എന്തൊക്കെയോ കളിക്കുന്ന പോലെയൊക്കെയുള്ള സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഈ നിലക്ക് നമ്മളൊരു ഉത്ബോധനം ആവശ്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഈ ദുനിയാവിലെ ഒരാളായി ഈ വേഷം വെച്ച് നമ്മൾ നടക്കുമെന്ന് പറയാൻ കഴിയില്ല. 3 കഫൻ പുടവയിലേക്ക് നമ്മളെ എപ്പോഴാ ചുറ്റിപ്പൊതിയേണ്ടി വരിക എന്ന് ഒരാൾക്കൊരു സൂചനയും തരൂല. മെസ്സേജൊക്കെ അങ്ങനെ വരും. മരിക്കണതിൻ്റെ മുമ്പ് 100 ലക്ഷണങ്ങൾ കാണും, 25 ലക്ഷണം കാണും. ഉണ്ടാക്കുന്നവർക്ക് എന്ത് മെസ്സേജ് അയക്കാം. നമ്മുടെ മരണത്തിൻ്റെ അടയാളമായി നമുക്ക് ഇസ്ലാം ഒരു സൂചനയും തന്നിട്ടില്ല. അയാളുടെ മരണത്തിൻ്റെ സൂചന അയാൾ മരിക്കുമ്പോഴൊക്കെ വരും. പെട്ടെന്നുള്ള എത്രയോ മരണങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കും. എല്ലാവർക്കും ഒരു മരണമുണ്ട്. സക്രത്തുൽ മൗതി ബിൽ ഹഖ്, സത്യവുമായി കൊണ്ട് മരണത്തിന്റെ വെപ്രാളം വരുന്നതാണ്.
എങ്ങനെ മരിച്ചാലും വരും. വൽതഫത്തിസ്സാഖു ബിസ്സാഖ്, കണങ്കാലും ഇങ്ങനെ കൂട്ടിപ്പിഴയും വേദന കൊണ്ട്. ശ്വാസത്തിനേറെ പ്രയാസം ഉണ്ടാകും. ഗർഗറ എന്ന ശബ്ദം വരാൻ തുടങ്ങും. കൂടെ കണ്ടു നിൽക്കുന്ന പലരും നമ്മൾ എങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ ഒന്ന് പിടിച്ചു മാറ്റാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശക്തിക്കും ഇന്ന് സാധ്യമല്ല. എങ്കിൽ മരിക്കുമെന്നത് എത്ര സത്യമാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ പരലോകത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, സത്യമാണ്. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. പരലോകം വരും, സംശയം വേണ്ടതില്ല. എന്നാ പരലോകത്തെ ഒരു രംഗം മാത്രം ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഏറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, പിടിച്ചു കുലുക്കുന്ന ഖുർആനില് ചില വാചകങ്ങൾ കാണാൻ സാധിക്കും. നാളെ പരലോകത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെല്ലാം നമുക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. നമ്മൾ രഹസ്യം എന്ന് വിചാരിച്ചത് പുറത്തു വരും, നമ്മൾ ഇല്ലെന്ന് നിഷേധിച്ചത് പുറത്തു വരും, സാക്ഷികൾ മുഖാന്തരം വരും, കൈകാലുകൾ സാക്ഷി പറയും. അങ്ങനെ ഒരു ദിവസത്തിൽ വലതു കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരുണ്ട്, സന്തോഷവാന്മാരാണ്. എന്നാൽ ഖുർആൻ പറയാണ്, ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ പാപികളായി ദോഷികളായി ജീവിച്ച ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നവരാണ്. അവരുടെ പുറകിലൂടെ ഇടത് കൈയിലായി അവരുടെ ഭാണ്ഡം, അവരുടെ പ്രവർത്തനത്തിന്റെ കിതാബ് കയ്യിൽ കൊടുക്കുമ്പോൾ ഫയഖൂലു യാ ലൈതനീ ലമ്മൂത കിതാബിയാ, ഈ ഒരു കിതാബ് എനിക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നവൻ വിലപിച്ചിരിക്കും. അത് മുഴുവൻ അവന്റെ തിന്മയുടെ ഭാണ്ഡങ്ങളാണ്. അവൻ ചെയ്തു വെച്ചതും പറഞ്ഞു വെച്ചതുമായ എല്ലാം അതിനകത്തുണ്ട്. ഇനി കിട്ടാൻ പോകുന്നതും അവന് അറിയാൻ കഴിയും. അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വലം മതിരിമാ ഹിസാബിയ, ഈ പരലോകത്ത് ഒരുമിച്ചുകൂടി എന്റെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന ഹിസാബുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനൊരു പരലോകത്ത് വിചാരണ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. അവൻ ഒരിക്കലും കണക്ക് കൂട്ടാത്ത വിചാരണയാണ് അവൻ അനുഭവിക്കുന്നത്. അവൻ വിലപിച്ചുകൊണ്ട് പറയും, യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ, എൻ്റെ എല്ലാം തീർന്നു, അവസരങ്ങൾ തീർന്നു, പറയാൻ വാക്കുകളില്ല, ചെയ്യാൻ ഇനി എനിക്ക് അവസരങ്ങളില്ല. എന്നിട്ട് അവൻ വിലപിച്ചു പറയും, മാഗ്നാ അന്നീ മാലിയ, ഒരുപാട് പണമുണ്ടായിരുന്നു, ജ്വല്ലറികൾ ഉണ്ടായിരുന്നു, ആസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, ഓരോ രാജ്യത്തും കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു, കോടികളുടെ ആസ്തികൾ ഉണ്ടായിരുന്നു. മാഗ്നാ അന്നീ മാലിയ, കെട്ടിപ്പൂട്ടി വെച്ച എൻ്റെ പണം കൊണ്ട് എനിക്ക് ഈ കോടതിയിൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതായി പോയല്ലോ. ഹലക അന്നീ സുൽത്താനിയ, എനിക്ക് അധികാരം ഉണ്ടായിരുന്നു, നാട്ടിൽ ഞാൻ അറിയപ്പെടുന്നവനായിരുന്നു, MLA പരിചയം ഉണ്ടായിരുന്നു, MP വിളിച്ചാൽ വരുമായിരുന്നു, എന്തിന് പ്രധാനമന്ത്രിയെ കാണാൻ വരെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അത്ര പിടിപാടുള്ളവനായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അധികാരങ്ങളെല്ലാം പോയ മനുഷ്യനായി ഞാൻ മാറിയിരിക്കുന്നു. അവനിങ്ങനെ വിലപിച്ച് കരയാണ്. അങ്ങനെ കുറെ നേരം കരയുമ്പോൾ നമുക്കൊരു പാപം തോന്നല്ലോ, ഒരു സിമ്പതി തോന്നല്ലോ. എന്നാൽ അല്ലാഹു തആല പറയുന്ന വാക്യതാണ് ലാസ്റ്റ്, ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. അവനെ സംസാരത്തിനൊന്നൊരു വഴുക്കളില്ല. അവനെ പിടിച്ച് കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയണം. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗം എങ്ങനെയെന്നോ, സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, 70 മുഴം നീളമുള്ള വലിയ ചങ്ങലയിൽ കൈയും കാലും കെട്ടിവെച്ചുകൊണ്ട്. സുഹൃത്തുക്കളെ, അള്ളാന്റെ ഖുർആനാണ്.
അള്ളാന്റെ കലാമാണ് സംസാരിക്കുന്നത്. 70 മുഴം നീളമുള്ള വലിയ വലിയ ചങ്ങലയിൽ കെട്ടിവെച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് ഒന്ന് കുതറി മാറാൻ പറ്റാതെ, ഒന്ന് കൈകൊണ്ട് തടവാൻ പറ്റാത്ത 69 ഇരട്ടി ശക്തമായ ചൂടിലേക്ക് അവനെ വലിച്ചെറിയാൻ പറയും. അള്ളാന്റെ വചനങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. ദൈവനിഷേധത്തിന്റെ, യുക്തിവാദത്തിന്റെ, മതനിരാസത്തിന്റെ തോന്നിവാസങ്ങൾ കേട്ട്, പരിഹാസങ്ങൾ കേട്ടിട്ട്, അവയുടെ പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് അള്ളാനെ നിഷേധിച്ചവനെ, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അല്ലാഹുവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് ഈ ശിക്ഷ. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യം കാണിക്കാത്തതിന്റെ പേരിലാണ് ഈ ശിക്ഷ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഹത്തരമായ അവന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ വരുന്ന പരലോകത്തെ വിചാരണ അവൻ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീനൊന്ന് നന്നായി പഠിച്ചു നോക്ക്. ഖുർആൻ അതിന്റെ ക്ലാസ്സുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് ആശയങ്ങൾ കേട്ടു നോക്കൂ. നമ്മുടെ മനസ്സിനെ എത്രയോ വലിയ തീരാത്ത ടെൻഷനുകൾ, ആദികൾ, വ്യാധികൾ തീർക്കാനുള്ള ശിഫയാകുന്ന, ഹുദയാകുന്ന ഈ ഖുർആനിന്റെ ഒക്കെ ഒന്ന് അടുത്തേക്ക് വന്നിരുന്ന് നോക്ക്. ഒന്ന് ഇരുന്ന് നോക്കാൻ നമുക്ക് എന്തുകൊണ്ട് വൈമനസ്യം വരും? മക്കൾക്ക് CRE ക്ലാസ്സുകളിലൂടെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്കുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഖുതുബകളും യൂട്യൂബ് സംവിധാനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് മാറാൻ, അടുക്കാൻ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് ബിലാൽ കൊല്ലം, അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, നീ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. രോഗികളായ ഒരുപാട് സഹോദരങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യണമേ. മുസ്ലിമുകളായിക്കൊണ്ട് ഫലസ്തീനിലും പരിസരങ്ങളിലുമൊക്കെയായി ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരണം പെട്ടുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പരീക്ഷണങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ജനതക്ക് അല്ലാഹുവേ നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ രാജ്യത്ത് നിർഭയത്വത്തോടെ, സമാധാനത്തോടെ, സുരക്ഷിതരായി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദാ അദ്ദീൻ. അല്ലാഹുമ്മ അലിഫ് بين قلوبنا وطهر نفوسنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.